ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഇറാന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറാന്റെ സീനിയർ കമാൻഡർ, അയാളുടെ പേര് ഖാത്തം അൽ അൻബിയ. ഈ ഖാത്തം അൽ അൻബിയ അമേരിക്കയ്ക്ക് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ ഖാത്തം അൽ അൻബിയ ലിസ്റ്റിലുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പൊ ലിസ്റ്റിൽ കയറി പറ്റുകയാണ് പുള്ളിക്കാരൻ. ഇതുവരെ പുള്ളിയുടെ പേരില്ലായിരുന്നു, പുള്ളിയുടെ പേര് ഇപ്പൊ ആദ്യമായിട്ട് ലിസ്റ്റിൽ വരികയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇത്രയും നാളും ഡിഫൻസീവ് മോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്, ഇനി ഒഫൻസീവ് മോഡിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനവർക്ക് ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ആകെ കൂടി പതിച്ച 2 മിസൈലുകൾ, അതാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു വോയിസ് പവർ കിട്ടിയത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വലിയ നേട്ടമാണ് ഇവർ ഈ 2 മിസൈൽ കൊണ്ട് ഉണ്ടാക്കിയത്. എന്തായാലും 20 പേരോളം ഈ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. 160ഓളം ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. ഇറാന്റെ ഉള്ളിൽ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് പവർ ഗ്രിഡുകൾ അടിച്ചാൽ എന്താണെന്നുള്ളൊരു ഡിസ്കഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പവർ ഗ്രിഡുകൾ അടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒന്നാമത് പവർ ഗ്രിഡുകളെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, അതിൽ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഇമ്പാക്ട് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ ഈ ഇറാനിയൻ റെജിം തിരിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മേളിലേക്കുള്ള പവർ ഗ്രിഡുകളെ അവർ ടാർഗറ്റ് ചെയ്യും. അത് പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കെൽപ്പുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇതേപോലെ പവർ ഗ്രിഡുകളെ ഇറാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ അടുത്ത ഘട്ട പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും UAE ഒക്കെ വളരെ പക്കായിട്ട് ഫംഗ്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് യുദ്ധത്തിന്റെ ഇടയിലും അവരുടെ ഫ്ലൈറ്റ് സർവീസ് അവർ നടത്തുന്നുണ്ട്. അവരുടെ ഫ്ലൈറ്റ് സർവീസ് എങ്ങനെയാണ് അവർ നടത്തുന്നത് പറഞ്ഞാൽ നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ടിക്കറ്റിന്റെ ഫെയർ ഒക്കെ കൂടുതലാണ്. പക്ഷെ അതേസമയം ഇവരുടെ റൂട്ട് അത് ഇവർ വളരെ വ്യക്തമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇരിക്കുന്ന ആ ഒരു ഏരിയയാണ് ഇവർ ഫ്ലൈറ്റിന്റെ റൂട്ടായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് അത്തരത്തിൽ ടേക്ക് ഓഫ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സേഫ് പാസേജ് ഒരുക്കുകയാണ് അവർ. അപ്പൊ അത് എയർ സ്പേസിൽ തന്നെയാണ് കൃത്യമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ആ മേഖലയിലൂടെയാണ് അവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ സേഫ് ആയിട്ട് ഇവിടുത്തെ പാസഞ്ചറിന് വേണ്ടിയിട്ടുള്ള വഴി അവർ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് യുദ്ധം നടക്കുന്ന സമയത്തും നമുക്ക് എങ്ങനെയാണ് സേഫ് ആയിട്ട് ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്താം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് UAE. അത്തരത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ പവർ ഗ്രിഡിനെ വരെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ട് രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കും. പിന്നെ ഇത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പോലെ തന്നെ ഇറാന്റെ മേലെ ഒരു ആക്രമണം നടത്തുന്നുവെങ്കിൽ ചെയിൻ ഓഫ് അറ്റാക്ക് ആയിരിക്കണം. അതായത് 2 3 വേവ് അമേരിക്ക പോയി വരുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 2 3 വേവ് ഇസ്രായേൽ പോയി വരണം. ഇങ്ങനെ മാറി മാറി പോയി വന്നുകൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പണ്ടേ ഞാൻ യുദ്ധം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇറാന്റെ മേളിൽ ഒരു അറ്റാക്ക് നടത്തുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് വിട്ട് അവർക്കൊരു ബ്രീതിങ് ടൈം ഒക്കെ കൊടുത്തുകൊണ്ട് അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർ ആ ഗ്യാപ്പിൽ തുരുതുരാ മിസൈലുകൾ അയക്കും. ഇപ്പൊ ഡിയേഗോ ഗാർസിയ വരെ 4000 കിലോമീറ്ററിന്റെ അപ്പുറത്ത് വരെ മിസൈലുകൾ അയക്കാനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ആ സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പവർ ഗ്രിഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു മാർഗം ഒരുക്കിക്കൊണ്ട് വേണം ഇവർ മുന്നോട്ട് പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ പവർ ഗ്രിഡിനെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ഡ്രോണുകൾ അയക്കുകയും മിസൈലുകൾ അയക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും കൂടുതൽ പ്രഷർ ഉണ്ടാക്കും. പ്രഷർ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓൾറെഡി തന്നെ ഒരു ഹൈ പ്രഷർ ആയിട്ട് നിലനിൽക്കുകയാണ്. അതേ സാഹചര്യത്തിൽ പവർ ഗ്രിഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിപ്പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഫോർമർ പാകിസ്ഥാൻ എൻവോയ് അബ്ദുൽ ബാസിദ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മേളിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇസ്രായേലിന്റെ സൈഡിൽ നിന്നോ അമേരിക്കയുടെ സൈഡിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് ആദ്യമേ ന്യൂക്ലിയർ ബോംബ് എടുത്ത് ഇന്ത്യയുടെ മേളിൽ ഇടുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് അവരുടെ ആർമി ചീഫ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഇന്ത്യ. അത് പോരാ എന്ന് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ എന്നാ പിന്നെ ആ 4 ദിവസം തന്നെ ഇവർക്ക് ആണവായുധം എടുത്ത് പ്രയോഗിച്ചുകൂടായിരുന്നു. അതായത് ഡയലോഗ് അടിക്ക് പാകിസ്ഥാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ വരും. പക്ഷെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ. അമേരിക്ക ഇതുവരെ F-16 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതാണ് നിലവിലെ സാഹചര്യം. ഇതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാന്റെ ഉള്ളിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമാണ്. തീവ്രവാദികളുടെ കൂട്ടടിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇവന്മാരുടെ ആണവായുധം. ഈ ഭീകരവാദികൾ തന്നെ എടുത്ത് ഇത് പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ തന്നെ ഇട്ട് പൊട്ടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ലഷ്കർ എ തൊയ്ബയുടെ ടെറർ ഗ്രൂപ്പ് കമാൻഡർ ബിലാൽ സലഫി മുറിഡ്കെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഇൻസൈഡിൽ, പാകിസ്ഥാന്റെ മുറിഡ്കെ എന്ന് പറഞ്ഞ അവരുടെ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഈ മുറിഡ്കയിലുള്ളത്. ആ എയർബേസ് ശരിക്കും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമണം നടത്തി നശിപ്പിച്ച മുറിഡ്കെ എയർബേസ് ഉള്ള ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ ബിലാൽ സലഫിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലഷ്കർ എ തൊയ്ബയുടെ ടെറർ ഗ്രൂപ്പ് കമാൻഡറാണ്. ഇന്ത്യയുടെ പഹൽഗാം ആക്രമണവുമായിട്ടൊക്കെ ഈ വ്യക്തിക്ക് ബന്ധമുണ്ട്. ചൈനയുടെ J-20 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അമേരിക്കയുടെ പെന്റഗൺ ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്.
അമേരിക്ക കുറച്ചുകൂടെ ഈ ഫൈറ്റർ ജെറ്റിന്റെ നെക്സ്റ്റ് ജെൻ ഫൈറ്റർ ജെറ്റിന്റെ പ്രൊഡക്ഷൻ മേഖലയിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇതിന്റെ ഒരു മുന്നറിയിപ്പ്. ശരിക്കും ഇറാന്റെ ഉള്ളിൽ ഈ F-35 ചെറിയൊരു ഹിറ്റ് കിട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇസ്ലാമാബാദ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓൺ ഡിറ്ററൻസിന് വേണ്ടിയിട്ടാണ്, മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള മിസൈലുകളാണ് ഞങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഇപ്പം പാകിസ്ഥാൻ നടത്തുന്നത്. പക്ഷേ ഈ മിസൈലുകളൊക്കെ ഒരു 1 ഇയറിന് മുമ്പ് അസീം മുനീർ പറഞ്ഞിരുന്നത് 2000+ 2500+ കിലോമീറ്റർ ദൂരപരിധി വരെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പം അത്ര ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഇവരുടെ പഴയ US NOI ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ CIAയുടെ പക്കൽ നിന്നൊക്കെ അതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയരുത് എന്നുള്ള രീതിയിൽ. അതിനെ തുടർന്നാണ് അതിനെ മയപ്പെടുത്തുന്ന രീതിയിൽ പാകിസ്ഥാൻ ഇന്ന് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വാലിഡ് ചോദ്യം, ഈ പാകിസ്ഥാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ചോദ്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയാണ് പാകിസ്ഥാന്റെ എനിമി, ഇന്ത്യക്കെതിരെയാണ് അവർ ആണവായുധം കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അവരുടെ എനിമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ബലൂചിസ്ഥാന്റെ മേഖലയിലാണെങ്കിൽ അവരുടെ ഇന്റർണൽ ത്രെട്ട് ആണത്. അതേസമയം അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, ഇതെല്ലാം തന്നെ പരിധിക്കുള്ളിൽ കിടക്കുന്ന സെയിം കോണ്ടിനെന്റിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ ഇവർക്ക് എന്തിനാണ് ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ എന്തിനാണ്? ആരാണ് ഏഷ്യൻ കോണ്ടിനെന്റിന് ബിയോണ്ട് ആയിട്ട് പാകിസ്ഥാന്റെ ശത്രു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ സൂക്ഷിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലാണ് അമേരിക്കയുടെ ഉള്ളിൽ ഇതിപ്പോ കൃത്യമായിട്ട് നരേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാന് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്തിനാണ്, അവരുടെ ശത്രു ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പാകിസ്ഥാൻ കൊടുത്തേ മതിയാവും. അവർക്ക് ഭീഷണി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM അവർ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആവശ്യമില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ICBM കരുതുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പാകിസ്ഥാൻ കൊടുത്തേ പറ്റൂ. ഇറാൻ ആണെങ്കിൽ ഡിയാഗോ ഗാർസിയയിലേക്ക് ഒരു മിസൈൽ അയച്ച്, അങ്ങനെ ഇറാൻ ഇപ്പോൾ ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഡിയാഗോ ഗാർസിയയിലേക്ക് മിസൈൽ അയക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അയച്ചതെന്നുള്ളത് യാതൊരു പിടുത്തവുമില്ല. പക്ഷെ അതൊരു ബ്ലണ്ടർ ആയിപ്പോയി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അയച്ച മിസൈൽ, ഒരു മിസൈല് പകുതി വഴിക്ക് വീണു, രണ്ടാമത്തെ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഈ ഡിയാഗോ ഗാർസിയ എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇറാന്റെ സൈഡിൽ നിന്നും. അപ്പൊ അത്തരത്തിൽ ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ എയിം ചെയ്തൊരു മിസൈൽ വിടുമ്പോഴത്തേക്കും ഇവർക്ക് അത് അലൗഡ് ആണോ? അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള ഗ്ലോബൽ രാജ്യങ്ങളും ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇത്തരം ഡിസ്റ്റൻസിലേക്ക് ഇറാൻ മിസൈലുകൾ വിടുന്നു, അതേപോലെ UK വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അതുപോലെ സൈപ്രസിലേക്ക് അറ്റാക്ക് നടത്തുന്നു. ഇത്തരത്തിൽ ബിയോണ്ട് ദ ലെവലിൽ അവർ ആക്രമണം നടത്തുന്നു. ഇൻഫാക്ട് ഇസ്രായേലിന്റെ മേളിൽ അവർ മിസൈൽ അയക്കുന്നത് കൂടി ഇല്ലീഗലാണ്. ക്ലസ്റ്റർ വാർഹെഡുകളാണ് അവർ അയക്കുന്നത്. അത് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ അഡ്വൈസബിൾ അല്ല. നിലവിൽ യുദ്ധം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ ആ സാഹചര്യത്തിൽ ഇല്ലീഗൽ ആയിട്ടാണ് ഇറാൻ ഈ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അമേരിക്കയും ഇസ്രായേലും ഒരു പിടിവള്ളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ 200 റോക്ക് മിസൈലുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്കുള്ളിലായിരിക്കും ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ്, ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്യും. ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർ ലോഞ്ച്ഡ് ക്വാസി ബാലിസ്റ്റിക് മിസൈൽ ആണ്. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ അടുത്ത് 12,000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ICBM വരെ ഇന്ത്യയുടെ പക്കലുണ്ട്. പക്ഷെ അതേസമയം പാകിസ്ഥാനെ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അമേരിക്കയ്ക്കെതിരെ തന്നെ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇസ്രായേലിന് ഒരു ഭീഷണിയാണ്. അത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഉയർത്തുന്ന ഒരു വാദമാണ് പണ്ട് തൊട്ടേ. ഇന്ത്യയുടെ പക്കല് സീക്രട്ട് ആയിട്ട് പലതരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നും ഒഫീഷ്യലി എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എവിടെയും ചെന്ന് കണക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ആണവായുധം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അവരാണ് അവിടെ ഉത്തരം കൊടുക്കേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെക്യൂർ ആയിട്ട് തന്നെയാണ് നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പേരും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് തടി തപ്പാന്ന് വിചാരിക്കേണ്ട. പാകിസ്ഥാൻ ഇസ്രായേലിന്റെ കണ്ണിലെ പണ്ടേ നോട്ടപ്പുള്ളിയാണ്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. പാകിസ്ഥാനെ കൃത്യമായിട്ട് ഇസ്രായേൽ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇനിയും തുടരും. ഇന്ത്യ വേണ്ടി വന്നാൽ ഇസ്രായേലിനെ വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാന് പണി കൊടുക്കുകയും ചെയ്യും. ഇറാനിയൻ നേവി ഇന്ത്യയുടെ LNG കപ്പലിന് പ്രൊട്ടക്ഷൻ കൊടുത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടത്തിവിട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാന്റെ എൻറ്റയർ എയർ ഡിഫൻസ് സിസ്റ്റം മൊത്തത്തിൽ താറുമാറായിരിക്കുകയാണ്. അവർക്ക് ജസ്റ്റ് 10% മാത്രമാണ് എയർ ഡിഫൻസ് കപ്പാസിറ്റി ഉള്ളത്. ബാക്കി എല്ലാം തന്നെ ഈ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നിലവിൽ വരുന്ന വാർത്ത. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. 10% ആണ് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി. അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.